അപ്പോൾ ഇന്നത്തെ വീഡിയോ മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കുന്ന പോസ്റ്റ് ചെയ്യുന്ന സമയത്തോട്ട് തന്നെ എനിക്ക് വരുന്ന ഡേ ബൈ ഡേ കിട്ടുന്ന മെസ്സേജസ് ആണ്. ഞാൻ എങ്ങനെയാണ് ഈ ജോബിലോട്ട് കയറിയത്, ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, ഞാൻ ഏത് ഏവിയേഷൻ കോഴ്സാണ് പഠിച്ചത്, എവിടെ നിന്നാണ് പഠിച്ചത്, അങ്ങനെ തുടങ്ങി കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ മാക്സിമം DMസിൽ ഞാൻ തന്നെ റിപ്ലൈസൊക്കെ കൊടുത്ത് ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഐ തോട്ട് ഓഫ് മേക്കിംഗ് എ വീഡിയോ അബൌട്ട് റിഗാർഡിങ് ദിസ് പോയിന്റ്. അപ്പം ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാകുമ്പോൾ കുറേ പേർക്ക് ഹെൽപ്ഫുള്ളാകും എന്താണ് എങ്ങനെയാണെന്നുള്ളത്. അപ്പം ആദ്യം തന്നെ പറയട്ടെ, ഞാൻ ഒരു ഏവിയേഷൻ കോഴ്സും പഠിച്ചിട്ടില്ല, എനിക്കൊരു ഏവിയേഷൻ ബാക്ക്ഗ്രൗണ്ടും ഇല്ല. ഓക്കെ, അപ്പം എവിടുന്ന് പഠിച്ചെന്നുള്ളതിന് പ്രസക്തി ഇല്ലല്ലോ. അപ്പം ഞാൻ ഓൾറെഡി ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ്സ് അങ്ങനെ ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ എൻ്റെ ചാനലിൻ്റെ ലിങ്ക് എൻ്റെ ബയോയിലുണ്ട്. അതുപോലെ ചാനലിൻ്റെ നെയിം ഞാനിവിടെ കൊടുക്കാം. അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ, ലിങ്ക് കിട്ടാത്തവർക്ക് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ എൻ്റെ ചാനൽ വരും. അതിലൊരു 5 മിനിറ്റ്സിൻ്റെ ഒരു വീഡിയോ, ഞാൻ എല്ലാ പോയിൻറ്റ്സും കവർ ചെയ്തിട്ട് ഒരു വീഡിയോ ഞാനതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണേണ്ടവർക്ക്, ഇൻട്രസ്റ്റ് ഉള്ളവർ അത് പോയിട്ട് കണ്ടാൽ മതി. ഏകദേശം എല്ലാ ഡൗട്ട്സും ക്ലിയർ ആവും. ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ DMലൊക്കെ ആയിട്ട് ചോദിച്ചാൽ മതി. മാക്സിമം ഞാൻ റിപ്ലൈ ചെയ്തിട്ട് എല്ലാവർക്കും ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരും ചെയ്യാം. ഞാൻ ഒരു എയർലൈൻ സ്റ്റാഫാണോ എന്ന് ചോദിക്കുന്നവരോട്, ഞാനൊരു എയർലൈൻ സ്റ്റാഫല്ല, നമ്മൾ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഏജൻസിയാണ്, GHA ആണ്. അപ്പോൾ നമുക്ക് തന്നെ കുറച്ച് ഫ്ലൈറ്റ്സ് ഹാൻഡ്ലിംഗ് ഉണ്ടാകും. ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ജോബിന് ജോയിൻ ചെയ്തത് കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. ആ ടൈമിൽ നമുക്കൊരു 6-7 ഫ്ലൈറ്റ് എങ്ങാനും ഉണ്ടായിരുന്നു. ഖത്തർ ഉണ്ടായിരുന്നു, അതുപോലെ സലാം, ഒമാൻ, ഗൾഫ് എയർ, ഫ്ലൈ ദുബായ്, അതുപോലെ എയർ ഇന്ത്യ എക്സ്പ്രസ്, ഇത്രയും ഫ്ലൈറ്റ്സ് ആ ടൈമിൽ ഹാൻഡ്ലിംഗ് ഉണ്ടായിരുന്നു. ഇപ്പം ഗൾഫ് എയറും എയർ ഇന്ത്യയും ഇല്ല, അവിടെ കാലിക്കറ്റില്ല. ഇപ്പോൾ ഞാൻ കറൻ്റ്ലി വർക്ക് ചെയ്യുന്നത് കണ്ണൂർ എയർപോർട്ടിലാണ്. ഇവിടെ നമുക്ക് എയർ ഇന്ത്യ എക്സ്പ്രസും അതുപോലെ ഇൻഡിഗോ ആണ്, ഈ 2 ഫ്ലൈറ്റ്സ് മാത്രമേ ഈ ഒരു കറണ്ട് എയർപോർട്ടിലുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ എയർ ഇന്ത്യ എക്സ്പ്രസ് മാത്രമാണ് ഇവിടെ ഹാൻഡിൽ ചെയ്യുന്നത്. അതുപോലെ ഞാൻ ജോബിന് കയറിയത് കാലിക്കറ്റ് എയർപോർട്ടിലായിരുന്നു. ഇപ്പോൾ കറൻ്റ്ലി കണ്ണൂർ എയർപോർട്ടിലാണ്. അത് 1 ഇയർ കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ കമ്പനിയായിട്ട് തന്നൊരു വോളണ്ടറി ട്രാൻസ്ഫർ ആണ്. അതിലൂടെയാണ് ഞാനിപ്പോൾ കണ്ണൂരിൽ വന്നത്. ഓക്കെ.